രേണു സുധി 24 മണിക്കൂറും അവൾക്ക് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ തന്നെ. ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ നമുക്കൊന്ന് നോക്കാം. ആരുടെ അടുത്തൊക്കെയുള്ള കലിപ്പങ്ങ് തീർക്കുകയാണ്. ബഹള 2 വർഷമായില്ലേ സൂചകം പഠിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇപ്പൊ അങ്ങ് കല്യാണത്തിന് സദ്യ കൊണ്ട് ഐസ്വൈറ്റ് തിന്നോട്ടെ, അതിനെന്താണ് ഇവിടെ എന്താ പ്രശ്നം? ആർക്കെങ്കിലും പ്രശ്നമുണ്ട്? കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ് പണ്ടേക്ക് പോയ ലൈഫൊക്കെയാണ് എടുത്ത്. എനിക്കറിയത്തില്ല ഇതിനകത്ത് ഇവർക്ക് എന്താണ് നേട്ടം വരുന്നത്, എനിക്കറിയത്തില്ല. ഇനിയും ഞാൻ പറയുകയാണ്, എന്നെ നിയമപരമായിട്ട് ഒരാൾ മാത്രമേ വിവാഹം ചെയ്തിട്ടുള്ളൂ, അത് കൊല്ലം സുധിച്ചേട്ടനാണ്. എന്നെ ഒരാൾ മാത്രമേ താലി കെട്ടിയിട്ടുള്ളൂ, അത് സുധിച്ചേട്ടൻ. മറ്റതും കൂടെ പറ, എന്നാൽ നമ്മൾ വിശ്വസിക്കാം. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ ഒക്കത്തില്ല. താലി കെട്ടിയതൊക്കെ, അതിന് മുമ്പ് എന്തരായിരുന്നു? അത് ലിവിങ് ടുഗദർ ആയിരുന്നു. എൻ്റെ പൊന്നോ, കമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കമൻസ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് കമൻസ് മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. പെണ്ണ് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കമൻറ്റ്, പെന്തക്കോസ്തുകാരൻ കെട്ടിയപ്പോൾ താലി കെട്ടിയില്ല, പകരം പാസ്റ്റർമാർ 2 പേരും കൈ പിടിച്ചു കൊടുക്കുകയാണ്. സുധി കെട്ടിയപ്പോൾ താലി കെട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. എന്തിനാണ് രേണു ഇരുന്ന് വളച്ചൊടിക്കുന്നത്? ഇത് നാട്ടുകാർക്കെല്ലാം അറിയാം. നേരത്തെ ഒന്ന് കെട്ടിച്ചതാണ് എന്ന് പറയുന്നതിൽ ഇത്ര നാണക്കേടി എന്താണ്? അതെങ്ങനെയാ നേരത്തെ എല്ലാ ഇൻ്റർവ്യൂകളിലും പറഞ്ഞത് രേണുവിൻ്റെ ഫസ്റ്റ് മാരേജ് ആണെന്ന് അല്ലേ? ഒരു കള്ളം പറഞ്ഞാൽ 9 കള്ളം പറയേണ്ടി വരും. ഇത് അനു അംബാലിയുടെ കമൻറ്റാണ്. അടുത്ത കമൻറ്റ്, എടി കോട്ടയം ജില്ലയിലെ ഞാലിയാംകുഴി കോളനിയിലെ താമസിച്ച ബിനു ആരടി? നിന്റെ ഭാതി ഭർത്താവല്ലായിരുന്നോ? നീ ആ ബന്ധക്കോസ്തുകാരി അല്ലായിരുന്നോടി? നീ വാകത്താനം പുല്ലുകാട്ടുപടിയിൽ അല്ലേ നേരത്തെ താമസിച്ചു കൊണ്ടിരുന്നേ? അഹങ്കാരം കുറയ്ക്കടി, നീ നിലത്ത് നിൽക്കി. ചോ, അതിപ്പോൾ ആരാന്ന് വെച്ചാൽ മഞ്ജു ചേച്ചിയാണ്, മഞ്ജു ജോളി തോമസ്. അവർക്കങ്ങ് വയലൻ്റായി അവരെന്തൊക്കെ എഴുതിയിടുന്നു. അതാണിപ്പോൾ ഇവളുടെ പ്രശ്നം. ഇവളുടെ പഴയ ജീവിതം ഒന്നും ആരും പറയരുത്. നമ്മൾ എല്ലാവരും അവളെ പൊക്കി പുകഴ്ത്തി അവളുടെ തോന്നിവാസത്തിന് കൂടെ നിൽക്കണം. അവൾക്ക് നാട്ടുകാരെ ചീത്ത വിളിക്കാം. അവളെ ഒന്നും ആരും പറയാൻ പാടില്ല. ബിനു താലി കെട്ടിയില്ല, ബാക്കിയൊക്കെ ചെയ്തു. എന്നാൽ ഇവൾക്ക് താലി കെട്ടി ചെയ്താലേ ചെയ്തത് ആകൂ എന്നാണ് പറയുന്നത്. കമൻസ് ഒന്നും വായിച്ചൊന്നും എത്തത്തില്ല കേട്ടോ, കുറേ കമൻസ് ഉണ്ട്. പെന്തക്കോസ്തുകാർ താലി കെട്ടാറില്ല, അവരെ നേരത്തെ പെന്തക്കോസ്തുകാരെ കല്യാണം കഴിച്ച് കാണും. ആ ലൈഫ് പണ്ട് കഴിഞ്ഞതാ, പിന്നെ സുധി താലി കെട്ടി കാണും. ആരെ അവനെ വെച്ച് മീഡിയക്കാർ പണമുണ്ടാക്കുന്നത് നോക്കുന്നത് ശരിയല്ല. ദയവായി ഭർത്താവില്ലാത്ത രേണുവിനെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കൂ, അവരെ ശല്യപ്പെടുത്താതിരിക്കും. PR നളികുട്ടി എഴുതിയിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ ബിനു ആരാടി? പന്ന ഡാഷ് മോളെ, നീ പെന്തക്കോസ്തുകാരിയല്ലേടി ഡാഷ്. നിന്റെ കുര കേൾക്കുമ്പോൾ അറിയാമല്ലോ മൈ. തെറിയാ കേട്ടോ, ഇഷ്ടംമാതിരി കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതെന്താണെന്ന് അറിയാമോ? ഈ പെങ്കൊച്ച് സ്ഥിരമായിട്ട് വന്നിരുന്നു കൊണ്ട് മീഡിയയിൽ കൂടെ താനൊരു ഭയങ്കര പതിവ്രതയാണെന്നും അതിഭയങ്കരമായ പ്രണയത്തിലാണ് സുധിച്ചേട്ടനുമായിട്ടെന്നും. ഇങ്ങനെയൊരു വിശുദ്ധ പ്രണയിനി വേറെ ഉണ്ടാവാനില്ല കേരളത്തിൽ അവസാനത്തെ പ്രണയവും ആദ്യത്തെ പ്രണയവും എതിരാണ്. അമ്മാതിരി ഒരു ഇമ്പാക്റ്റാണ് കൊടുക്കുന്നത്. കേൾക്ക ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാകും, സ്വാഭാവികമാണ്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അറിയുന്നവർക്ക് ഇളക്കം വരും. കാരണം ഇവർ രണ്ടുപേരും പ്രണയിച്ച് പോകാൻ കഴിച്ചു. ആർക്കുമില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി വാവൂട്ടിക്കുണ്ടായിരുന്നു. ആ വാവൂട്ടിയുടെ സ്വന്തം സുധിച്ചേട്ട് സ്പ്രേ ഉണ്ടാക്കുന്നു, സ്പ്രേ മണപ്പിക്കുന്നു, വീട് വയ്ക്കുന്നു, പിന്നെ കളി ബഹളം തന്നെ. നമ്മളൊരു വിഷയം പറയുമ്പോൾ ആ വിഷയം ആളുകളിലേക്ക് എത്തുമ്പോൾ കാണുന്നവർക്കത് മനസ്സിലാകണം, അതെ ആ വിഷയം കറക്റ്റാണെന്ന്. ഇവരുടെ കളിയും ഇവരുടെ ബഹളവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായും മനസ്സിലാകുന്ന ഒരു കാര്യം മൊത്തത്തിൽ ഉടായ്പ സ്ത്രീയാണെന്നാണ്. ആ പയ്യനും ഇപ്പോൾ അവരുമായിട്ട് അഭിനയിച്ചിട്ട് കോൺട്രവേഴ്സിയിലൊക്കെ വന്ന ആ പയ്യൻ അവൻ്റെ ഭാര്യയും കുട്ടിയും കൊണ്ടുവന്ന് കാണിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അത് എത്രത്തോളം അവൻ്റെ കുടുംബത്തിനെ ബാധിച്ചു എന്ന് മനസ്സിലാക്കുക. ആ പെൺകുട്ടി മനഃപൂർവ്വമാണ് അതിനകത്തേക്ക് വന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ആക്റ്റീവ് ആകുന്നത്. ഭർത്താവ് മരിച്ചപ്പോൾ നടത്തിയ ഫംഗ്ഷൻ, അതായത് ആണ്ട് ഫംഗ്ഷൻ, അതിനകത്തേക്കൊക്കെ ആ പെൺകുട്ടിയെ കൊണ്ടുവരേണ്ടി വന്നത് അവൾക്ക് തന്നെ മനസ്സിലായി എനിക്കൊരാളുണ്ട് എന്ന് പൊതുസമൂഹത്തിനെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് സുധിയുടെ പെണ്ണുമ്പോഴേക്ക് മനസ്സിലാകുന്നില്ല. കൊല്ലം സുധിയുടെ ഭാര്യ എന്നറിയപ്പെടുന്നത് വളരെ വലിയ പ്രസ്റ്റീജുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിൽ ഒത്തിരി പേര് അയാളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ആ കലയ്ക്കാണ് എല്ലാവരും മൂല്യം കൊടുത്തത്, അയാളുടെ പേഴ്സണൽ ലൈഫിനല്ല. നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് സുധി എന്ന് എല്ലാവർക്കും അറിയാം, അവരുടെ കൂട്ടത്തിലുള്ളവർക്കും അറിയാം. ഇപ്പോൾ ആ കുട്ടി വരെ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെയല്ല എൻ്റെ അപ്പനെ പറ്റി പറയരുത് എന്ന് പറയുന്നുണ്ട്. ആ കൊച്ചിനെ പോലും ബാധിക്കുന്ന രീതിയിലാണ് വൃത്തികേട് നടക്കുന്നത്. ഒരു അല്പം മാനേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു അല്പം മര്യാദയുണ്ട്, ഒരു പൊടിക്കങ്ങ് അടങ്ങണം. പലരും വന്നിടുന്ന ഒരു കമൻറ്റാണ്, ഇപ്പോൾ നമ്മൾ ചെയ്താൽ നമ്മളടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് അവരെ ജീവിക്കാൻ വിട്ടൂടെ. അവരെ ജീവിക്കാൻ വിടാന്ന് പറഞ്ഞാൽ അവരല്ലേ വന്ന് ഈ ബഹളം കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുന്നവരെടുത്ത് വെച്ച് റിയാക്ട് ഇല്ലേ. ഇന്നലെ റിയാക്ട് ചെയ്ത അവന്മാരെയൊക്കെ കടന്നു പറയുന്നുണ്ട്, അതായത് അവളുമാരില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് കിട്ടും തരേണ്ടതാണ്. ഞാൻ എന്തായാലും ഇതിനകത്തുനിന്ന് പിൻവാങ്ങത്തില്ല. കാരണം എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, പല പെണ്ണുങ്ങളും കുട്ടികളെ വെച്ചിട്ട് അതേപോലെ തന്നെ ഇതേപോലെ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് വന്ന് കടന്ന് നന്നായിട്ടൊരു തൊഴിൽ കിട്ടി അധ്വാനിക്കുന്നുണ്ട്, അതിൽ ജീവിക്കട്ടെ. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. പിന്നെ വിവാഹം, ഒരു വിവാഹം 2 വിവാഹം, അതൊക്കെ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് തന്നെ. ഒരു വിവാഹം ഫ്ലോപ്പായാൽ അടുത്ത വിവാഹം കഴിക്കും.
അതൊന്നും ഒരു കുറ്റമല്ല. അത് പറയാനെന്താ ചമ്മൽ? എന്തുകൊണ്ടെന്ന് അറിയാമോ? അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഈ വിവാഹവും ഇതിൻ്റെയോ ദിവ്യ പ്രണയം ഉണ്ടല്ലോ, ആ സാധനം ചുരുങ്ങിപ്പോവും. അതിന് കാരണം ഈ പെണ്ണ് തന്നെയാണ്. എന്താണെന്നറിയാമോ? ഇത് ഞാൻ മുമ്പേ പറഞ്ഞാണെങ്കിൽ എനിക്കിതിന് മുമ്പേ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഞാൻ പബ്ലിഷ് ചെയ്യാതിരുന്നത് ജീവിച്ച് പോട്ടെ എന്നുള്ള ഒരു ടേം തന്നെ. മറ്റൊരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് പറയണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആദ്യ ഭാര്യയെ ഇകഴ്ത്തിക്കൊണ്ട് ഇവള് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക. അപ്പം തനിക്ക് നല്ലതാകാൻ മറ്റൊരാളെ ഇകഴ്ത്തണം എന്നുള്ളിടത്ത് ആരാ പറഞ്ഞു കൊടുത്തത്? ഇവൾക്കും അങ്ങനെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ഇവളും ആദ്യ ഭർത്താവുമായിട്ട് ജീവിച്ചവളാണ്. ആ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ടാണ് മറ്റേ പെൺകുട്ടിയെ പറയുന്നത്. ആ കുട്ടിക്ക് അതിൻ്റെ ബോധം, അതിൻ്റെ കൃത്യമായ ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അവൻ തിരിച്ചു കൊടുക്കും. അപ്പം അതിന് മനസ്സിലായിട്ടില്ല. അതിൻ്റെ അമ്മയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇകഴ്ത്താനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ തുള്ളിച്ചയും കൊണ്ടുവരത്തില്ലല്ലോ. തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ ആയിരിക്കും ഇതിന് എഫർട്ട് എടുത്തിട്ടുള്ളത്, ഇത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത്. ഇനി ഇത് വീണ്ടും കുത്തി പുണ്ണാക്കുന്നതിന് പകരം സ്വല്പം അടങ്ങുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ചാനൽ ഉണ്ടാക്കി ആ ചാനലിൽ കൂടെ കാര്യങ്ങൾ പറയുന്നത് പോലെയല്ല നിരന്തരം ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന. പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടും. ചിലപ്പോൾ അതിൽ കിട്ടുന്ന റവന്യൂവിൽ ഇത്ര പെർസെൻറ്റേജ് എന്നും പറഞ്ഞിട്ടുണ്ടാവും. നല്ല പോലെ ഓടുന്ന സാധനമാണ് ഈ പെണ്ണിൻ്റെ ഇൻ്റർവ്യൂ. പൊട്ടത്തരം വിളിച്ചു പറയുന്നത് കേട്ടാൽ ആരും കേട്ടിട്ട് വാ വിളിച്ചിരുന്ന് കേൾക്കും, ഇതെന്തോ ഈ പൊട്ടത്തരം എഴുന്നള്ളിക്കുന്നതെന്ന്. ഇനി ഈ ഒരു വിഷയത്തിൽ കുറേ അധികം കാര്യം പറഞ്ഞാൽ ആരെയൊക്കെ അങ്ങോട്ട് വിരട്ടി തള്ളുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. ഇതാണ് മുൻ ഭർത്താവ് പാസ്റ്റർ ബിനു. വരുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ തോക്കുന്നോണം വരെ നിങ്ങൾ മടുക്കുന്നോണം വരെ കുത്തിപ്പൊക്കുക. രേണു സുധിക്ക് അതൊന്നും ഏൽക്കത്തില്ല. എന്നെ മനസ്സിലാക്കുന്ന എന്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന 10 പേരുണ്ടെങ്കിൽ അവര് മതി എന്റെ കൂടെ. നിങ്ങൾ പറയാനുള്ളവര് പറഞ്ഞോളൂ. ഒരാളുടെ വളർച്ചയെ, അതായത് അവരുടെ വളർച്ചയെ തടയാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വളർച്ച കണ്ട് ഭയന്നിട്ടായിരിക്കും ഇതിപ്പോ ഈ കുത്തിപ്പൊക്കുന്നു. എന്റെ വളർച്ച കണ്ട് നിങ്ങൾ ഭയങ്കര നിങ്ങൾ ഞാൻ തമ്മിൽ എന്താണ് ഈ കമന്റ് എടുത്ത് രേഷ്മയോ അത് ആരാണെന്ന് പോലും എനിക്കറിയാം. രേഷ്മ എന്നൊരു കമന്റ് വരും, കുറെ കമന്റ്. ഞാൻ കല്യാണം നിങ്ങൾ കല്യാണത്തിന് പോവോ, ഐസ്ക്രീം കഴിക്കോ, എന്ത് വേണം ചെയ്തോടന്നേ. ഞാനിപ്പോ സുരിച്ചേട്ടന്റെ വൈഫാണ്. സുരിച്ചേട്ടൻ മരിച്ച് 2 വർഷമായി. ഇപ്പൊ ഈ പറയുന്ന ആരോപണത്തിലുള്ള ആളും കല്യാണം അയാൾ കല്യാണം കഴിച്ച് 2 മക്കളുണ്ടെന്നാണ് എനിക്കറിയാം. പിന്നെ ഇവർ ഈ രേഷ്മ എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ് പ്രശ്നം? അതിന്റെ ഇടയ്ക്ക് വേറെ ഫേക്ക് ഐഡി ആയിരിക്കും. കുറേ അവളുമാരുണ്ട് ഫേസ്ബുക്കിലൊക്കെ. ഈ പെൺകൊച്ച് പറയുന്നിടത്ത് തന്നെ വൈരുദ്ധ്യമില്ലേ? ഇതിപ്പോൾ എന്തോ പറഞ്ഞ മുഴുക്കം എന്താണ്? ആരോ ഒരാൾ ഇവളുടെ കല്യാണത്തിന് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നെന്ന് പറയുന്നു. അപ്പം അതിൻ്റെ കല്യാണം നടന്നിട്ടുണ്ടല്ലേ? അതെല്ലാം പറ്റും. നീയും സുധിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് നമ്മളതിനെ എഗൻസ്റ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, നീ സുധിയുടെ ഭാര്യ തന്നെയാണ്, പക്ഷെ നീയാ മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. അത് മാത്രമല്ല, നിനക്ക് മുമ്പേ 2 പേരുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തം. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. നീ പറയണത് സംഭവമില്ല. ഇതൊന്നും വലിയ സംഭവമല്ല. ഞാനൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരാളുമല്ല. എന്നെ തൂക്കിക്കൊല്ലാൻ ഒരു വകുപ്പുമില്ല ഇതിനകത്ത്. പിന്നെ എന്തിനാ നന്നായിട്ട് കുരു പൊട്ടുന്നു. എന്നെ ലാസ്റ്റ് അവസാനമായിട്ട് ഞാൻ പറയുന്നത്, ഇനി ഇതിന്റെ പേരിൽ എന്ത് റിയാക്ഷൻസോ എന്നെ വലിച്ചു കയറിയാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പം ഈ ഒരു തരത്തിൽ ആരോപണം വരുന്നതിന് കാരണമായ ആളോട് ചേച്ചിക്ക് ഇപ്പൊ എന്തെങ്കിലും വിരോധം തോന്നുന്നു? എനിക്ക് ആർക്ക് എന്നെ അറിയത്ത പോലും ഇല്ല. ഈ പറയുന്നവർക്ക് വല്ല ആർക്ക് എന്നെ അറിയാം, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ചേച്ചി അതുപോലെ ഈ ഒരു ഫോട്ടോ ഉണ്ടോ? ഇത് ചേച്ചി കഴിഞ്ഞ ദിവസം ഇന്നലത്തെ എന്റെ റീലാണ്. പൊന്നാമ്പൽപ്പുഴ. അത് അടിപൊളി ഒരു സാധനമാണ്. പക്ഷെ ചേച്ചി കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കൊമ്പൻചേട്ടൻ എന്നാ ചേട്ടനെ വിളിക്കുന്നത്. അപ്പുറത്തേക്ക് ചേട്ടൻ കാണിച്ച് നജീബ്. ഇത് രണ്ടുമാണ് ആ റീലിനകത്ത്. പക്ഷെ എന്നാൽ നിങ്ങളുടെ 2 പേരുടെയും ഇത്രയും പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്തെടുത്ത് അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ മുമ്പൊരു ലൈഫ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം. മുമ്പൊരു ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫ് കളഞ്ഞിട്ടാണ് ഇയാൾക്കൊപ്പം വന്നത്. അത് തെറ്റൊന്നും ഉണ്ടെന്നല്ല പറയണത്. അതുപോലെ കൊല്ലം സുധിയുടെ കേസും അങ്ങനെ തന്നെ. ആദ്യം ഒരു ഭാര്യ, പിന്നെ 2ാമതൊരുത്തി, 3ാമതാണ് ഈ പെണ്ണ്. അപ്പോൾ അതൊരു തെറ്റല്ല. 2 പേർക്കും പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് അയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായ്ത്താളമൊക്കെ അടിക്കുന്നുണ്ട്. എല്ലാം അംഗീകരിച്ചു, എല്ലാം മനസ്സിലായി. പക്ഷേ ഇത് തന്നെ റിപ്പീറ്റിൽ എൻ്റെ ചേട്ടനോ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അതായത് നിങ്ങൾ അയാളെ പ്രണയിക്കേണ്ട, അല്ലെങ്കിൽ അയാളുമായിട്ട് നിങ്ങൾക്ക് മറ്റു ബന്ധം പാടില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. സുധിച്ചേട്ടനുമായി അത്രയും പ്രണയത്തിലുള്ള നിങ്ങൾ തന്നെ വീണ്ടും അയാളുടെ ആ വ്യക്തിത്വത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീൽസ് അഭിനയിക്കണം. അതിനകത്തുള്ള ക്ലിപ്പിങ്സ് എടുത്ത് വീണ്ടും ഇട്ടിട്ട് ആളുകളെ വെറുപ്പിക്കണം. എന്തിനാണ്? തുറക്കാൻ FB തുറക്കാൻ നിങ്ങൾ കൂടുതൽ കൊണ്ടിടുന്നത് FBയിലാണ്. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് FBയിലാണ്. പിന്നെ അവർ വിടുവോ? അവർ കിടന്ന് അലക്കത്തില്ലേ? കുറച്ച് ഏജ് ഓവറായവരൊക്കെ ഇരിക്കുന്ന FBയിലാണ്. അവർ പഴയ കാലഘട്ടത്തിൻ്റെ ആൾക്കാരാണ്. അവരിതൊക്കെ സംസാരിക്കുക തന്നെ ചെയ്യും. ഇതേ സാധനം നീ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിട്ടാണ് പിള്ളേർ ചിരിച്ചുള്ളേ ഉള്ളൂ. അത് ഈ ന്യൂജൻ പിള്ളേരാണ് ഇൻസ്റ്റാഗ്രാം. ഇതിനും ഓരോ രീതി ഉണ്ടെന്നുള്ളതാണ്. ഏതായാലും
തെറ്റാണ് എന്നൊന്നും പറയുന്നില്ല. ഒരു വിവാഹം 2 വിവാഹം ഒന്നും ഒരു തെറ്റല്ല. അങ്ങനെ എത്രയോ പേരുണ്ട്. ഒരു വിവാഹം ഫ്ലോപ്പായ അടുത്ത വിവാഹം കഴിക്കും. പക്ഷേ ആ വിവാഹവും അതിനോടനുബന്ധിച്ച് നടന്ന കുറച്ച് ഇൻസിഡൻറ്റും ഒക്കെ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വായ്ത്താളം അടിച്ച് തിന്നാനായിട്ട് ഇരിക്കുമ്പം ആളുകൾ വലുതും പറഞ്ഞു എന്ന് വരും. അത് ചിലപ്പോൾ നീ പറയുന്ന കണക്ക് കുശുമ്പ് കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ആദ്യ ഭാര്യയെ ഇകഴ്ത്തിക്കൊണ്ട് നീ ചെയ്ത വീഡിയോ ആണ് എന്നെ കൊണ്ടിത് ചെയ്യിച്ചത്. അത് വേണ്ടിയിരുന്നില്ല. കാരണം അതിൽ ബാധിക്കപ്പെടുക സുധി മാത്രമല്ല, മരിച്ചുപോയ ആ സ്ത്രീ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന നീ മകൻ എന്ന് പറയുന്ന മൂത്ത കുട്ടിയും കൂടിയാണ്. കാരണം അവൻ്റെ അമ്മ ഒരു പോക്ക് കേസാണെന്നാണ് നീ പറയാതെ പറയുന്നത്. അപ്പം നിന്റെ പോക്കുത്തരം നമ്മളും പറയും. നിനക്കും ഉണ്ട് അങ്ങനെ ഒരു പോക്ക് ഹിസ്റ്ററി എന്നുള്ളത് ഞങ്ങൾക്കും പറയേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ആ പെൺകുട്ടിയോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അറിയാമോ ഇല്ലെന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയ ഒരു കുട്ടിയെ പറ്റി മോശം പറയേണ്ട കാര്യം നിനക്കെന്താ? സുധിയെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് നോവുന്ന, നിന്നെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് നോവുന്ന അതേ നൊമ്പലം അവളുടെ കുടുംബക്കാർക്കുണ്ടാവത്തില്ലേ? ആ കുട്ടിക്ക് അത് ചോദ്യം ചെയ്യാനുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. സത്യത്തിൽ നീയുമായിട്ട് അവൾ വളരെയധികം അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അത് മൗനമായി അംഗീകരിച്ചിരുന്നത്. എപ്പോഴെങ്കിലും ഒരിക്കലും ചെവി ഉറക്കണ സമയത്ത് നിന്നെ അടിച്ചവൻ പൊട്ടിക്കും. കാരണം അവൻ്റെ പെറ്റതള്ളെ നീ മോശം പറയേണ്ട കാര്യം എന്താ? നീ ചെയ്തതുപോലെ ഒരു പ്രവൃത്തി തന്നെയല്ലേ അതും ചെയ്തുള്ളൂ. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അടുത്തൊരാൾക്കൊപ്പം വന്നതല്ലേ നീയും? അതേപോലെ ഒരു കാര്യം തന്നെയാണ് അവളും ചെയ്തിട്ടുള്ളത്. നീ ചെയ്ത തെറ്റ് ഒളിച്ചു വെച്ചിട്ട് നീ അവളെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരത്തില്ലേ? അതെല്ലാം പൊട്ട്. ഫസ്റ്റ് ഒരു വിവാഹം കഴിച്ചു എന്ന് പറയാൻ നിനക്ക് എത്ര മടി? കഴിച്ചതല്ലേ? അപ്പോൾ അത് എഗ്രിമെൻ്റ് അല്ല, അതിൽ താലി കെട്ടില്ല. എല്ലാവരും താലി കെട്ടി എഗ്രിമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുള്ളൂ. ഇത് ഉള്ള എഗ്രിമെൻറ്റ് താലി കെട്ടി ഇല്ല എന്ന് പറയുന്നത്. ലിവിങ് ടുഗദർ ആയിരിക്കാം. കൊച്ചേ, ആദ്യം വിവാഹം കഴിച്ചു എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ അഭിമാനം. അല്ലാതെ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, അവനെ എനിക്കറിയാം, അവൻ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു, ഇതൊക്കെ പറയുമ്പോൾ നീ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ നുണ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്വയം നാറുന്നു എന്ന് നിനക്ക് ബോധ്യപ്പെടാത്തിടത്ത് നമ്മളിതൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബോധമുള്ളവർക്ക് ഇത് പിടികിട്ടും. വളരെ മ്ലേച്ഛമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിനക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് നീ പറയുന്നതിലുള്ള വൈരുദ്ധ്യം. അനാവശ്യമായിട്ട് ഇതിങ്ങനെ പൊലിപ്പിച്ച് നിനക്ക് കുറച്ച് വ്യൂ കിട്ടും, അല്ലെങ്കിൽ ആ പ്രസ്തുത ചാനലിന് കുറച്ച് വ്യൂ കിട്ടുമെന്ന് കരുതി ഇത് നിരന്തരം പറയുമ്പോൾ ആളുകൾക്ക് മുഷിവുണ്ടാക്കും. ആ മുഷിവാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ കമൻ്റ് ഇടുന്നവരെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലും എന്ന് പറയുമ്പോൾ നീ വീടിനകത്ത് കയറി ഇരുന്ന ഒരു മനുഷ്യന് നിന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല. എത്രയോ പേര് വിധവകളാണ്, എത്രയോ പേര് ഭർത്താവ് നഷ്ടപ്പെട്ടവരാണ്, ഉപേക്ഷിച്ചു പോയവരാണ്, 4-5 മക്കളെ കൊണ്ട് ഭർത്താവില്ലാതെ ജീവിക്കുന്നവരുണ്ട്. ഇത് ചുമ്മാ ഒരു പൊലിപ്പം. ഈ വിക്ടിം കാർഡ് ഇറക്കുന്ന ചില വൃത്തികെട്ട സ്ത്രീകൾക്ക് ഇത് സ്ഥിര പരിപാടിയാണ്. അത് ഒരു കാലവും തീരത്തില്ല എന്നുള്ളതാണ്. ഒൺസ് നിനക്ക് ഇതിനകത്ത് എല്ലാ ടേസ്റ്റ് പിടിച്ചു പോയി നിൻ്റെ ഉള്ളിലുള്ള ആ വൃത്തികേട് ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. അത് റീൽസിൽ കൂടെ ആയാലും, അവൻ്റെ ശവകുടീരത്തിൽ പോയി നിന്നുകൊണ്ടുള്ള ഡ്രാമയായിരുന്നാലും, അവൻ്റെ ആണ്ടെന്ന രീതിയിൽ നീ അവിടെ കാണിച്ചു വെച്ച ആ പ്രോഗ്രാമായിരുന്നു. അന്ന് ഞാൻ പറയാത്തതെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, ഫംഗ്ഷനിൽ വന്ന് ഡാൻസ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നീ ഫംഗ്ഷൻ വെച്ചിട്ടല്ലേ അങ്ങനെ ആളുകൾ അതിനകത്ത് കൂത്താടുന്നത്. ആ ഫംഗ്ഷൻ ഹസ്ബൻഡ് മരണപ്പെട്ടതിൻ്റെ ശോകാർത്ഥം 2ാം വർഷം ആണ്ട് കൊണ്ടാടുന്നു എന്ന് കൃത്യമായി അവരോട് പറയാതെ അവിടെ ചോറും കറിയുണ്ട്, ബാ അമ്മക്ക് തിന്നിട്ട് അർമാദിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവിടെ ഒന്ന് ആളുകൾ ഡാൻസ് കളിച്ചത്. അത് അവരുടെയും കുറ്റമല്ല. നിൻ്റെ കയ്യിരിപ്പാണ് നീ ഈ കേൾക്കുന്നത്. നീ നിർത്തിയിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കാൻ നോക്ക്. അത്യാവശ്യം ഇപ്പോൾ ഇനി ഉടനെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ കൊച്ചുങ്ങൾക്ക് ചിലവിനുണ്ട്, കാര്യം ജോലി ഉണ്ടല്ലോ, അതങ്ങോട്ട് ചെയ്താൽ പോരെ. അനാവശ്യമായി ഇതിങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചുമ്മാ സുധി എന്ന് പറയുമ്പോൾ ബിനുവിനെ കുറിച്ച് പറയും. ഏത് പാസ്റ്റർ ബിനുവിനെ കുറിച്ചും കൂടെ പറയാൻ പറയും. മറ്റേ പെൺകൊച്ചിട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തടിസ്ഥാനത്തിൽ? അനാവശ്യമായി ആ പെൺകുട്ടിയും കൂടെ വലിച്ചിട്ടിട്ടല്ലേ ഈ പ്രശ്നം വന്നത്. എല്ലാവർക്കും അവരവരുടേതായ വ്യക്തിത്വവും അവരവരുടേതായ റീസണും ഉണ്ടാവും. നീ ബിനുവിനെ എന്തിനുപേക്ഷിച്ചോ അതുപോലെ റീസൺ കാണും കൊല്ലസുധിയെ മറ്റ് 2 പെണ്ണുങ്ങൾ ഉപേക്ഷിക്കാം. 2 പെണ്ണുങ്ങൾക്കൊപ്പം ജീവിച്ച് 3ാമത് നിന്നെയും ചുമന്നുകൊണ്ട് നടന്ന ഒരുത്തൻ്റെ വ്യക്തിത്വം ഞങ്ങളും കൂടെ അംഗീകരിക്കണമെന്ന് തലയെ കൊണ്ടുവന്ന് വെക്കരുത്. ഞങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങൾ മൗനമായിരിക്കുന്നത് ജീവിച്ചു പോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെയും ഞോണ്ടി പൊഴുത്തിട്ടാൽ അതെടുത്ത് പുറത്തിടുന്ന ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങളും എത്തും എന്നുള്ളത്. ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണ്ട. രേണു എന്ന് പറയുന്ന സ്ത്രീ കുറച്ച് അടക്കത്തോടു കൂടി ഇരുന്നാൽ ഇവിടെ ആരുമില്ല. എന്താണ് അടക്കമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ കൊടുക്കാം, ഇന്ന പ്രോഗ്രാം ഇതിനൊക്കെ കൊടുക്കുക എന്നുള്ള ആവശ്യമില്ലാത്ത ആളുകൾ അതിനകത്ത് ടാഗ് ചെയ്ത് ആവശ്യമില്ലാത്ത പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കേൾക്കേണ്ടി വരുന്നത്. താങ്ക് യു.